വെൽക്കം ടു ട്രാവൽ ബൈറ്റ്സ്. ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലായില്ല. അങ്ങനെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിന് ഒന്ന് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ നിറം മാറുന്നുണ്ടെങ്കിൽ അത് വിഷക്കൂണെന്നും അല്ലെങ്കിൽ അത് നല്ല കൂണാണെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിന് നമ്മൾ കൂണിനെ നല്ല രീതിയിൽ കഴുകി അതിനൊന്ന് ക്ലീൻ ചെയ്തു, ചെറിയ പീസായി മുറിച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചു. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിന് നിറം വ്യത്യാസമൊന്നും വന്നില്ല. അപ്പോൾ മനസ്സിലായത് നല്ല കൂണാണെന്ന്. അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രേവി ടൈപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ എടുക്കാം. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളും മുളകൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മഷ്റൂമിനകത്ത്. അത് ഇതിനകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ ഫ്രൈ ആയി കിട്ടില്ല, കാരണം ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് ചെറുങ്ങനെ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെ മാറ്റി വെക്കാം. എന്നിട്ട് ആ പാനിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കുറച്ച് സ്പൈസസ് ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ചെറിയ ജീരകങ്ങൾ ചേർക്കാം. എന്നിട്ട് അതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് ചേർക്കാം. പിന്നെ ഉള്ളി പച്ചമുളകൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കാം. മിക്സി ജാറിനകത്ത് കുറച്ച് തക്കാളിയും കാഷ്യും കൂടി ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പേസ്റ്റും കൂടി ഇതിനകത്തൊന്ന് ചേർക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മഷ്റൂമും കൂടി ഇതിനകത്ത് ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒന്നും കൂടി അതിനെ വറ്റിച്ചെടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തിയുടെ കൂടെയായിരുന്നു കഴിച്ചത്. പൊറോട്ടേൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. അടിപൊളിയാണ്. നിങ്ങൾക്ക് മഷ്റൂമൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.